ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ സ്പെഷ്യൽ ആണെന്നാണ്. ഞാൻ സ്പെഷ്യൽ ആവുന്നത്, എന്നെ സ്പെഷ്യൽ ആക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ഐ ആം ബ്ലൈൻഡ്. എൻ്റെ പേര് ഹന്ന ആലിസ് സൈമൺ. ഈ ഓഗസ്റ്റ് 4 ഞാൻ 19 ഇയേഴ്സ് ആവുകയാണ്. ഞാനിപ്പോൾ രാജഗിരി ക്രിസ്തു ജയന്തി 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡെയിമിൽ BA ഇൻ സൈക്കോളജി പഠിക്കാനായിട്ട് ഞാൻ US പോവാണ്. എനിക്ക് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവം എന്നെ കാണിച്ചു തരാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് മേക്സ് മീ സ്പെഷ്യൽ. ഞാനിവിടെ എറണാകുളത്ത് കലൂരാണ് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ അപ്പയും അമ്മയും 2 അനിയന്മാരുമാണുള്ളത്. അപ്പയുടെ പേര് സൈമൺ മാത്യൂസ്, അമ്മയുടെ പേര് ലിജ സൈമൺ. അപ്പ ലീഗൽ മാനേജറായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അമ്മ ഡോൺ ബോസ്കോ സ്കൂളിൽ കിൻഡർ ഗാർഡൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ എൻ്റെ 2 അനിയന്മാർ ഹാനോക്ക് സൈമൺ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു, ഡാനിയൽ സൈമൺ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഫാമിലി. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ ഇങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ സ്പെഷ്യലായിട്ട് ജനിച്ചത് ഒരു സ്പെഷ്യൽ പേർപ്പസ് ഫുൾഫിൽ ചെയ്യാനാണെന്നാണ്. ഞാനായിരുന്നു എൻ്റെ പാരൻസിൻ്റെ ആദ്യത്തെ വാവ. അപ്പോൾ എല്ലാ പാരൻസിനെ പോലെ തന്നെ എൻ്റെ പാരൻസിനും ആഗ്രഹം ഉണ്ടായിരുന്നു, ആദ്യത്തെ വാവയാണ്, പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാ കാര്യത്തിലും നല്ലതായിട്ട് വളരണം. പക്ഷെ അവർക്ക് ഉണ്ടായ ഞാൻ വിഷ്വലി ചാലഞ്ച്ഡ് ആണെന്ന് അവരറിഞ്ഞപ്പോൾ അവർ 2 പേരും തകർന്നു പോയി. അമ്മയ്ക്കാണെങ്കിലും അമ്മ ഇതുപോലത്തെ ഒരാളെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ആൾക്കാരുമായിട്ട് അമ്മ ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം മകള് തന്നെ വിഷ്വലി ചാലഞ്ച്ഡ് ആണെന്ന് അറിയുന്നത്. ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ജനിച്ച ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ആദ്യം അമ്മ തകർന്നു പോയെങ്കിലും യേശുപ്പച്ചൻ അമ്മയ്ക്ക് സ്ട്രെങ്ത് കൊടുത്തു, വീണ്ടും ജീവിക്കാനുള്ള സ്ട്രെങ്ത് കൊടുത്തു. അന്ന് മുതലേ അമ്മ മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം, അമ്മയും അപ്പയും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഹന്ന ഒരിക്കലും ഞങ്ങൾക്ക് ഡിഫറെൻ്റ് അല്ല, ഹന്ന ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്, ഹന്നനെ ഞങ്ങൾ അങ്ങനെയാണ് നോക്കാൻ പോകുന്നതെന്ന് അന്ന് മുതലേ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഹന്ന ഞങ്ങളുടെ മൂത്ത മകളാണ്. ഹന്ന ജനിച്ചപ്പോഴേ കാഴ്ച ഇല്ലായിരുന്നു, മൈക്രോഫ്താൽമിയ എന്നുള്ള കണ്ടീഷനാണ് ഹന്നയുടെ. അതായത് ഹന്നയുടെ കണ്ണുകൾ ഡെവലപ്ഡ് ആയിട്ടില്ല. ഞങ്ങളുടെ വിവാഹം ജൂലൈ 15, 2001 കഴിഞ്ഞത്. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 ഇയേഴ്സിന് ശേഷമാണ് ഞങ്ങൾക്ക് ഹന്നനെ കിട്ടിയത്. ഹന്ന ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കണ്ണ് തുറക്കില്ലായിരുന്നു. പിന്നെ 2 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് ഹന്നയ്ക്ക് കാഴ്ചയില്ല എന്നുള്ളത് ഞങ്ങൾ അറിയണേ. അപ്പോൾ ആ ഒരു ഫേസ് ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പക്ഷെ കർത്താവിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ ഫേസ് ചെയ്യാനായിട്ട് ദൈവം ഞങ്ങൾക്ക് ശക്തി നൽകി. ഹന്നയുടെ ഓരോ വളർച്ചയുടെ ഓരോ കാലഘട്ടങ്ങളിലും കർത്താവ് ഞങ്ങളെ ഒരുപാട് ധൈര്യപ്പെടുത്തി. അമ്മയാണെങ്കിലും ഒരിക്കലും എന്നെ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്തില്ല, ഒരിക്കലും എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാ കാര്യങ്ങളിലും എൻ്റെ 2 അനിയന്മാരെയും എന്നെയും ഒരുപോലെയാണ് അവരെപ്പോഴും കണ്ടിട്ടുള്ളത്. അമ്മയും ഞാനും ഒരുമിച്ച് വളർന്നു വന്ന പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. കാരണം ഞാനും അമ്മയും തമ്മിൽ 20 ഇയേഴ്സ് ഡിഫറൻസേ ഉള്ളൂ. ഞങ്ങൾ കൂടുതലും സിസ്റ്റേഴ്സിനെ പോലെയാ, ഫ്രണ്ട്സിനെ പോലെയാ. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലും എനിക്കും പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ
ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കുട്ടികളൊക്കെ എന്നെ പ്രേതം എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. എന്നെ കളിക്കാൻ കൂട്ടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ഞാൻ അമ്മയുടെ മടി കിടന്ന് കരയും. എന്തിനാ എല്ലാവരും എന്നെ കളിയാക്കുന്നത്? എന്തിനാണ് എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നത്, എന്നെ മാറ്റി നിർത്തുന്നത്? എനിക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അമ്മയും എന്നെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. പക്ഷെ അമ്മ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും എന്നോട് പറയാറുണ്ടായിരുന്നൊരു കാര്യമുണ്ട്. അത് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്ന് നിന്നെ കളിയാക്കുന്ന എല്ലാവരും ഒരു ദിവസം നിനക്ക് വേണ്ടി കൈയടിക്കും. ആ ഒരു ദിവസം എന്തായാലും നിന്റെ ലൈഫിൽ വരും. ഇത് കേൾക്കുന്ന 6 വയസ്സുകാരിയായ എനിക്ക് ഒന്നും തോന്നിയില്ല. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി അമ്മ എന്തൊക്കെയോ പറയുന്നു എന്നേ തോന്നിയുള്ളൂ. പക്ഷെ ഒരു 10 വർഷം കഴിഞ്ഞ് എന്നെ അവഹേളിച്ചിരുന്ന, എന്നെ മാറ്റി നിർത്തിയിരുന്ന അതേ ആൾക്കാർ തന്നെ എന്നെ വിളിച്ച് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ തുടങ്ങി. കേരളത്തിന് അഭിമാനം നൽകുന്ന സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. ഈ വർഷത്തെ CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ അഖിലേന്ത്യാതല റിസൾട്ട് പുറത്തു വന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഹന്ന ആലിസൈമൺ ആണ് 1ാം റാങ്കിന് അർഹയായിരിക്കുന്നത് എന്നത് ഓരോ കേരളീയർക്കും അഭിമാന നിമിഷം. കൊച്ചി കലൂർ സ്വദേശിനിയായ ഹന്ന 500-ൽ 496 മാർക്കും വാങ്ങി 1ാം റാങ്ക് നേടി എന്നതിനുപരിയായി അകക്കണ്ണിന്റെ വെളിച്ചത്തിലാണ് ഭിന്നശേഷി വിഭാഗത്തിൽ നേട്ടം കൈവരിച്ചത് എന്നത് ഹന്നയുടെ വിജയത്തിന് പത്തരമാറ്റേകുന്നു. തികച്ചും അപ്രതീക്ഷിതമായി എത്തിച്ചേർന്ന ഈ വിജയത്തിന്റെ ആഹ്ലാദത്തിമിർപ്പിലാണ് മാതാപിതാക്കളടങ്ങിയ കൊച്ചിയിലുള്ള ഹന്നയുടെ കുടുംബം. ഹന്നയുടെ 12th വിജയം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിജയമായിരുന്നു. എല്ലാ സബ്ജക്റ്റിനും A+ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു റാങ്ക് കിട്ടും അല്ലെങ്കിൽ നാഷണൽ ടോപ്പർ ആവും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അത് ശരിക്കും ഹന്നയുടെ ഹാർഡ് വർക്കിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ചെറുപ്പം മുതലേ ഹന്ന പഠിക്കുന്ന കാര്യത്തിലൊക്കെ പഠിക്കുന്ന കാര്യത്തിലെന്നല്ല, ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഹാർഡ് വർക്കിംഗ് ആണ്. മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ കഴിയും, എനിക്കും ചെയ്യണം എന്ന് ചിന്തിച്ചു അതുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. പിന്നെ സ്പെഷ്യലാണ്, ദൈവത്തിൻ്റെ സ്പെഷ്യൽ ചൈൽഡാണ്. കാരണം മറ്റുള്ളവർക്കില്ലാത്ത കഴിവുകൾ ദൈവം ഹന്നയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഹന്നയുടെ കാഴ്ചയിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമുണ്ടാവും. പക്ഷേ അതൊരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് തന്നെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഹന്നയുടെ ജീവിതത്തിൽ ദൈവം അവിടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നത്. അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഞങ്ങൾ 20ഓളം കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമായിട്ട് അപ്ലൈ ചെയ്തു. അതിൽ ഏറ്റവും ഫീസ് കൂടുതലുള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡെയിം. ഹന്നയ്ക്ക് US പോയി പഠിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡെയിമിലാണ്. അപ്ലൈ ചെയ്തിരിക്കുന്ന കോളേജുകളിൽ ഏറ്റവും കൂടുതൽ ഫീസ് വരുന്ന യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡെയിം. ഒരു വർഷം $85,000 ആണ് അവിടെ ഫീസ് വരുന്നത്. അതായത് ഇപ്പോഴത്തെ ഡോളർ റുപ്പി റേറ്റ് അനുസരിച്ച് ഏതാണ്ട് 68 ലക്ഷം രൂപയോളം ഒരു വർഷം ഫീസ് ആയിട്ട് വരും. പക്ഷെ അഡ്മിഷൻ ലഭിക്കുന്ന ലെറ്റർ വന്ന് ഇപ്പോൾ ആദ്യമേ $25,000 സ്കോളർഷിപ്പ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഫൈനൽ ഡിസിഷൻ അറിയിച്ച അതിൻ്റെ ലെറ്റർ വരുമ്പോൾ ഫുൾ സ്കോളർഷിപ്പോടുകൂടിയാണ് ഹന്നയ്ക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതായത് അവിടെ ഫീസായിട്ട് $1 പോലും ഹന്നയ്ക്ക് അടയ്ക്കേണ്ടി വരികയില്ല. അപ്പം അത്രമാത്രം വലിയൊരു അനുഗ്രഹമാണ് ഹന്നയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഹന്നയ്ക്ക് അവിടെ സ്കോളർഷിപ്പ് ലഭിച്ചത് ഹന്നയുടെ ഇതുവരെയുള്ള സ്കൂളിലെ ഗ്രേഡ്സ്, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പം ഹന്ന യൂട്യൂബ് വീഡിയോസ് ചെയ്തത്, മോട്ടിവേഷണൽ സ്പീക്കിംഗ്, അങ്ങനെയുള്ള എല്ലാം നോക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഈ സ്കോളർഷിപ്പ് കമ്മിറ്റി ഈ സ്കോളർഷിപ്പിന് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 15ഓളം കുട്ടികൾക്കാണ് യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡെയിമിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അതിൽ സ്കോളർഷിപ്പോടുകൂടി പോകുന്നത് ഹന്ന മാത്രമാണുള്ളത്. ഹന്നപ്പോൾ ഓഗസ്റ്റിൽ പോവുകയാണ്. ഹന്ന ഒറ്റയ്ക്ക് ഒരു രാജ്യത്തിൽ, കണ്ടിട്ടില്ലാത്ത ഒരു രാജ്യത്തിലോട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ആ ടെൻഷനേക്കാളൊക്കെ ഉപരി ഇപ്പോൾ ഈ 19 ഇയേഴ്സും ദൈവം ഹന്നയെ നടത്തി ഇവിടം വരെ എത്തിച്ചു. അപ്പോൾ കർത്താവ് ഹന്നയുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞങ്ങൾക്ക് തരുന്ന ഒരു വചനമുണ്ട് ബൈബിളിൽ. ആ വചനം യെശയ്യാ 42-ാം അധ്യായം 16-ാം വാക്യമാണ്.
അതിൽ പറയുന്നത് I will lead the blind by ways that they have not known. Along unfamiliar paths I will guide them. I will turn the darkness into light before them and make the rough places smooth. These are the things that I will do. I will not forsake them. ഞാൻ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളല്ല. അധികം ആർക്കും എന്നെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന എൻ്റെ ഫാമിലി കഴിഞ്ഞിട്ട് എന്തായാലും എൻ്റെ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. മേഘനയും പിന്നെ കേറ്റ്ലിനും ഇവരില്ലെങ്കിൽ ഞാൻ കുറച്ച് ഇൻസെക്യൂർ ആവും. മേഘന ഞാനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ശരിക്കും തുടങ്ങുന്ന ഒരു ബുക്കിൽ നിന്നാണ്. ഫേമസ് 5 സീരീസിൽ നിന്നാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. എനിഡ് ബ്ലൈറ്റൺ എഴുതിയ ബുക്കായിരുന്നു ഫേമസ് 5 സീരീസ്. അതിനെക്കുറിച്ച് സംസാരിച്ച് മേഘനയും ഒരു എനിഡ് ബ്ലൈറ്റൺ ഫാനായിരുന്നു, ഞാനും ഒരു എനിഡ് ബ്ലൈറ്റൺ ഫാനായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു കോമൺ പോയിന്റ് വേണമല്ലോ. ഞങ്ങളുടെ കോമൺ പോയിന്റ് അതായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ച് അങ്ങനെ പടർന്ന് പന്തലിച്ചതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് 5th ഞങ്ങൾ വിചാരിച്ചു നോക്കി, ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് വായിക്കും, മേഘനയും ഞാനും നന്നായിട്ട് എഴുതും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഒരു ബുക്ക് എഴുതിയാലോ എന്ന്. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. മേഘന പറയും നമ്മുടെ ഹീറോയിന് ബ്ലൂ ഐസ് വേണം. ഞാൻ പറയും അത് പറ്റില്ല, ബ്രൗൺ ഐസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ശരിയാവുള്ളൂ. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ മാത്രം എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി. പിന്നെ കേറ്റ്ലിൻ വന്നത് 6th സ്റ്റാൻഡേർഡിലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടെ സോളിഡ് ആയത് 7th സ്റ്റാൻഡേർഡിലായിരുന്നു. കേറ്റ്ലിനും ഞാനുമായിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ കാര്യം ഞങ്ങൾ സ്കേറ്റിംഗ് ചെയ്യുമായിരുന്നു രണ്ടുപേരും. ഞങ്ങളുടെ സ്കൂളിൽ ഒരു സ്ലോപ്പ് പോലത്തെ ഏരിയ ഉണ്ട്. അപ്പോൾ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള സ്കേറ്റേഴ്സ് ആണ് ആ സ്ലോപ്പിലൂടെ ഒരു ഹമ്പൊക്കെ ചാടി ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് പോകും. മുകളിലേക്ക് സ്കേറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ ആ ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ട് നമ്മളൊന്നും ചെയ്യണ്ട, തന്നെ ഇങ്ങനെ ഊർന്നു പോരും. അപ്പോൾ എനിക്കും ഇതുപോലെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ സാറിന് ഭയങ്കര പേടി, എന്നെ വിട്ടിട്ട് ഇനി എനിക്ക് എന്തെങ്കിലും പറ്റിയാലോ. പക്ഷെ കേറ്റ്ലിൻ പറഞ്ഞു ഇല്ല ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് കഷ്ടപ്പെട്ട് ആ സ്ലോപ്പ് കയറി കൈപിടിച്ച് തന്നെ താഴേക്ക് വന്നു. ഇടയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെയൊക്കെ വീണു. പക്ഷെ ആ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കില്ല. ഇവർ രണ്ടുപേരും എൻ്റെ അപ്പയുടെയും അമ്മയുടെയും പോലെ തന്നെയാണ്. എനിക്ക് ഒരു ലിമിറ്റ്സും വെച്ചിട്ടില്ല. നിനക്ക് കാഴ്ചയില്ല, അപ്പൊ നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. നമ്മുടെ ലോകമല്ല അവളുടേത്, പക്ഷെ അവളുടെ ലൈഫിലെ ഡിഫിക്കൽട്ടീസ് അവൾ ഫേസ് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അതിനെ എത്ര ബ്രേവ്ലി അവൾ ചെയ്യുന്നു, ഓവർകംസ് ഹെർ ഹേർഡിൽസ്, അതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പിന്നെ ഈ ഇടയ്ക്ക് ബുക്ക് റിലീസിന്റെ കാര്യം പറഞ്ഞു. അവളുടെയും അതൊരു വളരെയധികം സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. ഇറ്റ് മസ്റ്റ് ഹാവ് ടേക്കൺ എ ബിഗ് ടോൾ ഓൺ ഹെർ. പക്ഷെ അത് ഒരു അവളുടെ ഒരു സ്റ്റാർക്ക് ഡിഫറൻസ് എപ്പോഴും അവൾ ഭയങ്കര സ്പിരിച്വൽ ആയിരുന്നു. അത് 6th സ്റ്റാൻഡേർഡ് മുതലേ ഞങ്ങൾക്ക് സാധാരണ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അങ്ങനെ നമ്മളങ്ങനെ പ്രതീക്ഷിക്കില്ല. ദൈവം പള്ളി പോവും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. പക്ഷെ അവൾക്ക് എപ്പോഴും ദൈവത്തിനോടൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് അറ്റാച്ച്മെന്റ് ആയിരുന്നു. അവൾ ഈ ബ്രെയിലിലൊക്കെ ബൈബിൾ വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അപ്പോഴാണ് നമ്മളൊക്കെ ആദ്യമായിട്ടൊക്കെ ബൈബിൾ ഇങ്ങനെ നമ്മളെ ലൈഫിൽ ബൈബിൾ എങ്ങനെ ബാധിക്കുന്നു അതൊക്കെ നമ്മൾ അറിയുന്നത്. ഹന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 5th സ്റ്റാൻഡേർഡിലാണ്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മിസ് വന്ന് വിളിച്ച് ഹാനെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. അപ്പം അന്ന് മുതൽ ഹാനയും ഞാനും ഇറ്റ് വാസ് എ ജേർണി. അപ്പോൾ ആ വർഷം മൊത്തം ഞാൻ ഹാനെ അണ്ടർസ്റ്റുഡ് എവറി ആസ്പെക്ട് ഓഫ് ഹർ. അപ്പം എല്ലാ പ്രോബ്ലം ഫേസ് ചെയ്യും തോറും ഷി ജസ്റ്റ് ഫൈൻഡ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് വേ. ഒരു പുതിയ ഒരു വേയിലേക്കാണ് ഹാന ചിന്തിക്കുന്നത്, ആ വേയിലേക്കാണ് ഹാന അത് സോൾവ് ചെയ്യുന്നത്. നിന്റെ ഫ്ലൈറ്റ് എപ്പോഴാണ്? August 9th ഞാൻ പോകുന്നത്. ഫ്ലൈറ്റ് 7 മണിക്കോ കണ്ടോ. എക്സൈറ്റഡ് ആണ്. ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. August 10th അവിടെ അമേരിക്കൻ ടൈം 12 o'clock ആഫ്റ്റർനൂൺ എത്തും. പിന്നെ എക്സൈറ്റ്മെന്റ് കാണുമല്ലോ.
പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അവിടെയും പോയി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോ നമ്മളെ മറക്കും. നോക്കാം. നമ്മളന്ന് ക്രിസ്മസിന് പാടിയില്ലേ ഹല്ലേലൂയ, അതൊരു പ്രാവശ്യം ഒന്ന് പാടിയാലോ? ഓക്കെ. One, two, three, four. I heard there was a secret chord that David played and it pleased the Lord, but you don't really know the music, do ya? It goes like this: the fourth, the fifth, the minor falls, the major lifts, the king of all composing. Hallelujah, 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 hallelujah. This is called bottom of the heart. യേശുപ്പച്ചൻ എന്നെ ഒരു കമ്പോസർ ആക്കിയതിൻ്റെ പിന്നിലൊരു വലിയ സ്റ്റോറി ഉണ്ട്. ഞാനും കുഞ്ഞായിരുന്നപ്പോൾ മുതൽ പാട്ട് പാടുമെന്ന് എൻ്റെ പാരൻസ് ഡിസ്കവർ ചെയ്തായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ ഫാമിലിയിൽ പാട്ട് പാടും. അമ്മയുടെ പാട്ടുകൾ കേട്ടാണ് ഞാൻ വാവായിരുന്നപ്പോൾ ഉറങ്ങിക്കൊണ്ടിരുന്നത്. 2-3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാനും പാട്ടുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ തുടങ്ങി, ഹം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് മനസ്സിലായി എനിക്ക് മ്യൂസിക്കിൽ ടാലൻ്റ് ഉണ്ടെന്ന്. ആദ്യം സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ കുറേ മ്യൂസിക്കൽ കോമ്പറ്റീഷൻസിനൊക്കെ പോവായിരുന്നു. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ടയേർഡ് ഓഫ് മ്യൂസിക് എനിക്ക് കുറച്ച് അൺഇൻട്രസ്റ്റിങ്ങും ബോറിങ്ങും ആവാൻ തുടങ്ങി. അതിന് ഒരു കാരണമേ ഉള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മ്യൂസിക് മാത്രമായി എൻ്റെ ഐഡൻറ്റിറ്റി. എന്നെ ഡിഫൈൻ ചെയ്യുന്നത് മ്യൂസിക് മാത്രമായിട്ട് ചുരുങ്ങി. ഞാൻ എൻ്റെ സ്കൂളിലാണെങ്കിൽ എല്ലാ കോമ്പറ്റീഷൻസും മ്യൂസിക് കോമ്പറ്റീഷൻസിനും എന്നെ തിരഞ്ഞെടുക്കും. പക്ഷെ എനിക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് സ്കിറ്റുകൾ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഡാൻസ് ചെയ്യണം, എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ സ്കൂളിലെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഹന്നേനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ആ പാട്ട് പാടുന്ന കുട്ടിയെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. അങ്ങനെ മ്യൂസിക് മാത്രമായി എൻ്റെ വേൾഡ് ചുരുങ്ങാൻ തുടങ്ങി. എവിടെ പോയാലും ഹന്ന ഒരു പാട്ട് പാടണം, പാട്ട് 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 എന്ന് മാത്രം എൻ്റെ ലോകം ആയപ്പോൾ ഞാൻ റിബൽ ചെയ്യാൻ തുടങ്ങി. എന്താണ് വേറെ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ എന്നെ ആരും സമ്മതിക്കാത്തത്? എന്താണ് എപ്പോഴും എന്നെ പാട്ടിലേക്ക് തന്നെ എല്ലാവരും കൊണ്ടുപോകുന്നത്? പാട്ട് ദൈവം തന്ന ഒരു വലിയ ടാലൻ്റാണ്. അതിന് ദൈവത്തിനോട് നന്ദി പറയണമെന്നൊന്നും മനസ്സിലാക്കാൻ അന്ന് എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാൻ പതുക്കെ പാട്ട് ട്രെയിനിങ് ഒക്കെ നിർത്തി. ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ കുറച്ച് നാൾ പഠിച്ചായിരുന്നു, അതൊക്കെ നിർത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6th സ്റ്റാൻഡേർഡിൽ ഞങ്ങളുടെ സ്കൂളിൽ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുകയും അതിനുവേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ട് മേഘ്നയും കേറ്റ്ലിൻ്റെ ഹെൽപ്പോടുകൂടെ ഞങ്ങളൊരു പാട്ടിൻ്റെ ലിറിക്സ് എഴുതി ഞങ്ങളത് ട്യൂൺ ചെയ്ത് ആ പാട്ട് ഞങ്ങളുടെ സ്കൂളിൽ പാടി. അപ്പോഴാണ് ശരിക്കും മ്യൂസിക്കിലേക്ക് ഞാൻ തിരിച്ച് നടക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കുറേ പ്രോഗ്രാംസ് സ്കൂളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 7ാം ക്ലാസ്സിലായിരുന്നപ്പോൾ അപ്പ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പ പറഞ്ഞു,
നീ എൻവയോൺമെന്റിനൊക്കെ വേണ്ടി പാട്ടുണ്ടാക്കുന്നുണ്ടല്ലോ, അത് നല്ലതാണ്. പക്ഷെ നിന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഇത്രത്തോളം നിന്നെ അനുഗ്രഹിച്ച യേശുപ്പച്ചന് വേണ്ടി നീ എന്താണ് ഒരു പാട്ട് ഉണ്ടാക്കാത്തത്? അന്ന് അതിനെക്കുറിച്ച് ഞാൻ അധികം ചിന്തിച്ചില്ല. എൻവയോൺമെന്റിന് വേണ്ടി പാട്ടുണ്ടാക്കുന്നത് പോലെയല്ല, വെറുതെ എന്തെങ്കിലും ഒരു ട്യൂൺ ഉണ്ടാക്കുന്നത് പോലെയല്ല. ഫുൾ ലിറിക്സും കമ്പോസിഷനും എല്ലാം തന്നെ ചെയ്യുക, അതും ദൈവത്തിന് വേണ്ടി ഒരു പാട്ടുണ്ടാക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് അന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. കുറച്ച് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വരികൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. When my mother doesn't care, when my father doesn't care, why should I worry? Because I have Jesus by my side. അതാണ് പിന്നീട് എൻ്റെ ആദ്യത്തെ പാട്ടായി മാറിയത്, ജീസസ് ബൈ മൈ സൈഡ്. അത് കഴിഞ്ഞ് ഞാൻ 8ഓളം പാട്ടുകൾ കൂടെ കമ്പോസ് ചെയ്തു. ഓൾ ഓഫ് ദീസ് സോങ്സ് ഗിവിംഗ് പ്രൈസ് ടു ജീസസ്. അങ്ങനെ ഞാൻ പാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. എനിക്ക് മനസ്സിലായി, എനിക്ക് ഒരു ശബ്ദം തന്നിട്ടുള്ള ദൈവം ആ ശബ്ദത്തിലൂടെ എന്നെ ഉപയോഗിക്കുകയാണ്. മറ്റുള്ളവരിലേക്ക് യേശുപ്പച്ചനെ പകർന്നു കൊടുക്കാൻ വേണ്ടി എൻ്റെ ശബ്ദത്തിനെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് മ്യൂസിക്കിനെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല എന്ന് എനിക്ക് ദൈവം മനസ്സിലാക്കി തന്നു. I was a ship tossed about by the storm that had no mercy. The wind screamed its loudest. The waves were like towering walls. Nothing to hold on to, no one to call out to, lost in the sea. Then Jesus came to me, walking on the sea, calming the storm with a word from his lips, and he told me, do not fear. പിന്നെ ഞാൻ ചിന്തിച്ചത്, ഞാൻ ദൈവത്തിന് വേണ്ടി പാടുന്ന ഒരാളാണെങ്കിൽ ദൈവത്തിൻ്റെ പാട്ടുകൾ ഏറ്റവും ബെസ്റ്റായിട്ട് റെൻഡർ ചെയ്യാൻ പറ്റണം. ദൈവത്തിന് നമ്മൾ ചെയ്തു കൊടുക്കുന്ന എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. അതിന് എൻ്റെ വോയിസ് ഇനിയും ട്രെയിൻ ചെയ്യണം, ഇനിയും മെച്യൂർ ആക്കണം. അങ്ങനെ 4-5 വർഷങ്ങളായിട്ട് ഞാൻ നിർത്തി വെച്ചിരുന്ന മ്യൂസിക് ക്ലാസ്സസ് വീണ്ടും തുടങ്ങി. ഞാൻ വെസ്റ്റേൺ വോക്കൽസ് ആണ് പഠിച്ചത്. ഞാൻ രാധിക മാമിന്റെ കീഴിൽ സോൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 8th grade ഇൻ ട്രിനിറ്റി കോളേജ് ലണ്ടൻ ഇൻ വെസ്റ്റേൺ ക്ലാസിക്കൽ ആൻഡ് റോക്ക് ആൻഡ് പോപ്പ് രണ്ടിലും എനിക്ക് 8th grade നേടാൻ യേശുപ്പച്ചൻ്റെ കൃപ കൊണ്ട് സാധിച്ചു. അങ്ങനെ ഞാൻ മ്യൂസിക്കിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. എനിക്ക് മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നത് പിയാനോ പഠിക്കണമെന്നായിരുന്നു. ഞാനൊരു സ്കിൽഡ് പിയാനിസ്റ്റ് അല്ല, അതെൻ്റെ ടാലൻറ്റേ അല്ല. പക്ഷെ എനിക്ക് പിയാനോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെയും ഒരുപാട് ചാലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തു. കാരണം ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാം നോക്കി നൊട്ടേഷൻസ് വായിക്കുമ്പോൾ എനിക്ക് നോക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാ സോങ്സും ഞാൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട വന്നു. എന്നാലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നു. ആ ചാലഞ്ച് ഫേസ് ചെയ്യണമെന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ടായിരുന്നു. പിയാനോയിലും ഫസ്റ്റ് ഗ്രേഡ് നല്ല മാർക്കോടുകൂടെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ഇന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, മ്യൂസിക് ഇസ് നോട്ട് മൈ ഓൺലി ഐഡന്റിറ്റി. ഹന്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലും മ്യൂസിക് അല്ല.
പക്ഷെ ഹന്നയുടെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാണ് മ്യൂസിക്. മ്യൂസിക് ഇസ് പാർട്ട് ഓഫ് മൈ ഐഡന്റിറ്റി. ആൻഡ് എൻ്റെ ജീവിതകാലം മുഴുവനും യേശുപ്പച്ചന് വേണ്ടി പാടണമെന്നാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് മൈ ഡ്രീംസ്. Thank you, Jesus, for your love. Thank you, Jesus, for what you are. Help me to love you the way you love me, Lord. Help me to do your will. I'm a sinner, a meek sinner. Help me to love you, Jesus. I'm a sinner, a meek sinner. Help me to love you, Jesus. യേശുപ്പച്ചൻ എൻ്റെ ലൈഫ് സർപ്രൈസസ് കൊണ്ട് ഫില്ല് ചെയ്യുകയാണ് ഇപ്പോഴും. അങ്ങനെ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് എഴുതാനുള്ള കഴിവ്. 5ാം ക്ലാസ്സിൽ ഞാൻ വെറുതെ എക്സാമിനും കോമ്പറ്റീഷൻസിനും ഒക്കെ സ്റ്റോറീസ് എഴുതി തുടങ്ങി. അതിൽ നിന്ന് ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് വരെ യേശുപ്പച്ചൻ എന്നെ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഈ ജൂലൈ 15 എൻ്റെ ഫസ്റ്റ് ബുക്ക് വെൽക്കം ഹോം ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് എനിക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചു. വെൽക്കം ഹോം ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഓഫ് 6 ഷോർട്ട് സ്റ്റോറീസ് ആണ് അബൌട്ട് 6 ഡിഫറെൻറ്റ് ഗേൾസ്. ഇത് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആയതുകൊണ്ട് ഇതിന് ഒരു യൂണിവേഴ്സൽ തീം ഇല്ല. പക്ഷേ ഈ ബുക്ക് എഴുതി തുടങ്ങുമ്പോഴേ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എഴുതുന്ന ഓരോ സ്റ്റോറിക്കും മറ്റുള്ളവരുടെ മനസ്സിൽ, ഇത് വായിക്കുന്നവരുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അവരുടെ മനസ്സിൽ ആ ഒരു ചേഞ്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു ഓത്തർ എന്നുള്ള രീതിയിൽ ഞാൻ സക്സസ്ഫുൾ ആവുന്നത്. ആ ഒരു എയിമോട് കൂടെയാണ് ഞാൻ എൻ്റെ എല്ലാ സ്റ്റോറിയും എഴുതിയത്. എൻ്റെ ഫസ്റ്റ് സ്റ്റോറി വെൽക്കം ഹോം ആക്ച്വലി ഈ സ്റ്റോറി എഴുതാനുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടക്കുന്ന സമയത്താണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് റേച്ചൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. അവളുടെ സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം അത്ര തീക്ഷ്ണമാണ്. ആ സ്നേഹം അവളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും, തൻ്റെ യേശുനാഥന് വേണ്ടി എന്തൊക്കെ അവൾ ചെയ്യാൻ തയ്യാറാവും. ആ തോട്ടാണ് വെൽക്കം ഹോം എന്ന് പറഞ്ഞ ആ സ്റ്റോറിയിലേക്ക് എന്നെ നയിച്ചത്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഹന്നെ കൂടാതെ ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. ഇത് ഹാനോക്ക് സൈമൺ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അത് ഡാനിയൽ സൈമൺ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 3 പേരും രാജഗിരി ക്രിസ്ത്യാനിറ്റി സ്കൂളിലാണ് പഠിക്കുന്നത്. ഹന്നെ കൂടാണ്ട് ഈ 2 പേരും ഉണ്ടായതിൽ ഒരു സീക്രട്ട് ഉണ്ട്, ഒരു ചെറിയൊരു സീക്രട്ട് ഉണ്ട്. അത് എന്താണെന്ന് ഹന്ന പറയട്ടെ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കുറേ ഇൻസെക്യൂരിറ്റീസും കളിയാക്കലും ഒക്കെ ഫേസ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇതുപോലെ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുകയാണ്, എന്നെ അവഹേളിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്നൊരു സൊല്യൂഷനാണ്. നീ ഒരു കാര്യം ചെയ്യും, നീ യേശുപ്പച്ചൻ്റെ അടുത്ത് ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുപ്പച്ച എനിക്കൊരു ബ്രദറിനെ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആ ബ്രദർ ഉണ്ടായി വളർന്ന് വലുതാവുമ്പോൾ അവൻ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. നിന്നെ ആരെങ്കിലും കളിയാക്കാൻ വന്നാൽ എൻ്റെ ചേച്ചീനെ കളിയാക്കരുതെന്ന് അവൻ സ്ട്രോങ് ആയിട്ട് പറയും. അതുകൊണ്ട് നീ ഒരു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. അവനൊരു പേര് ഇട്ടു, ഹാനോക്ക്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഹാനോക്കിനെ തന്നതിനെ ഓർത്ത് നന്ദി. അപ്പോഴും അമ്മ കൺസീവ് ചെയ്തിട്ടില്ല, എങ്കിലും ഹാനോക്കിന്റെ ദൈവം ഞങ്ങൾക്ക് ഓൾറെഡി തന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അമ്മ പ്രഗ്നന്റ് ആയി ഞങ്ങൾക്ക് ഹാനോക്കിനെ തന്നു. ഇതാണ് ദൈവം എനിക്ക് തന്ന ആദ്യത്തെ ഗിഫ്റ്റ്, ഹാനോക്ക്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡാനിയലിന്റെ കാര്യം ഇനി ഞാൻ പറയാം. ഞങ്ങള് 2014 തോന്നുന്നു ഒരു ദിവസം ബാൽക്കണിയിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ഒരു വാവയും കൂടെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു, ഞങ്ങളെല്ലാവരും
ആലോചിച്ചു. അങ്ങനെ ആ വാവയ്ക്ക് ഞങ്ങളൊരു പേരിട്ടു, ഡാനിയൽ. അന്ന് മുതൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഡാനിയലിനെ തന്നതിനായി നന്ദി പറയുന്നു ദൈവമേ എന്ന്. അങ്ങനെയാണ് അമ്മ വീണ്ടും പ്രഗ്നന്റ് ആയി. ഡാനിയലിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. പ്രഗ്നൻസിയിലും കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഡാനിയൽ ഒരു പ്രിമച്വർ ബേബി ആയിരുന്നു, പക്ഷെ ഒരു കുഴപ്പമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടാണ് അവൻ ഇരിക്കുന്നത്. അവൻ December 19th ഉണ്ടായത്. എൻ്റെ സ്കൂൾ ക്രിസ്മസ് ഹോളിഡേയ്സിന് ക്ലോസ് ചെയ്തതിന്റെ അടുത്ത ദിവസമാണ് അവൻ ഉണ്ടായത്. എനിക്ക് ശരിക്കും അവനൊരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ ആയിരുന്നു. December 18th രാത്രി അമ്മേനെ ലേബർ റൂമിൽ കയറ്റി എന്നുള്ള ന്യൂസ് കേട്ടോണ്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അന്ന് എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥന പോലെ ഉണ്ടായിരുന്നു, യേശുപ്പച്ച നാളെ രാവിലെ ഞാൻ ആദ്യം എഴുന്നേക്കുന്നത് ഡാനിയൽ ഉണ്ടായി എന്നുള്ള ന്യൂസ് കേട്ടോണ്ടായിരിക്കണേന്ന്. അതുപോലെ തന്നെ എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് അടുത്ത ദിവസം ആദ്യം തന്നെ പറഞ്ഞത് ഡാനിയൽ ഉണ്ടായി എന്നാണ്. അങ്ങനെ ദൈവം തന്ന 2 ഗിഫ്റ്റ്സ് ആണ് ഇവർ രണ്ടുപേരും. ഇവരോട് ഞാൻ വഴക്കൊക്കെ കൂടും, പക്ഷെ എൻ്റെ ഫാമിലിയിലെ ഏറ്റവും ഇന്റഗ്രൽ ആയിട്ടുള്ള 2 പേരാണ് ഇവര്. ദൈവം ഞങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്ത് തരുന്ന 2 പേരാണ് ഇവര്. വചനത്തിൽ പറയുന്ന പോലെ ഉദരഫലം ദൈവത്തിന്റെ ദാനവും മക്കൾ അവിടുത്തെ സമ്മാനമാണ്. ഇവര് ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിലേക്ക് പറക്കുകയാണ്, ദൈവത്തിന്റെ കൈ പിടിച്ച്. എനിക്ക് ഒരു പേടിയില്ല, കാരണം ഞാൻ എല്ലാ എക്സാമിന് മുമ്പും എല്ലാ കോമ്പറ്റീഷന് മുമ്പും പറയാറുള്ള വചനമാണ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഈ വചനത്തിന്റെ ശക്തിയിൽ ഞാൻ എൻ്റെ സ്വപ്നത്തെ തേടി പോവുകയാണ്. ഞാൻ സ്പെഷ്യലാണെന്ന് ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ സ്പെഷ്യലാണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളും സ്പെഷ്യലാണ്.